ശബരിമലയിലെ സ്വർണ്ണപ്പാളി കടത്തുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ഈ അന്വേഷണം അവസാനിക്കുമെന്ന് പലരും പറയുന്നുണ്ടല്ലോ. പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ പറയുന്നുണ്ട്. അതിൽ വിശ്വസിക്കുന്നുണ്ട്? ഇല്ല. കാര്യം ശബരിമലയുടെ കാര്യങ്ങൾ കഴിഞ്ഞ 25ഓളം വർഷങ്ങളായിട്ട് ഹൈക്കോടതിയുടെ ഒരു ബെഞ്ച് നേരിട്ട് മോണിറ്റർ ചെയ്യുകയാണ്. അവിടെ ഒരു ജില്ലാ ജഡ്ജിനെ ശബരിമലയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അഡീഷണൽ ചാർജ് കൊടുത്തിട്ട് ഹൈക്കോടതി നേരിട്ട് നിയമിച്ചിരിക്കുകയാണ്. ഇന്നലെ തന്നെ ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം അല്ല, ഈ 25 വർഷത്തിന്റെ കണക്ക് പറയുമ്പോഴാണ് ഈ സ്വർണ്ണപ്പാളിയും അടിച്ചു മാറ്റിയത് ആ കാലഘട്ടത്തിലാണല്ലോ. അല്ല, സ്വർണ്ണപ്പാളല്ല, പൂർണ്ണമായി ഹൈക്കോടതി ഉണ്ടെങ്കിലും സുരക്ഷാ സജ്ജീകരണം ഉണ്ടെങ്കിലും കക്കേണ്ടവൻ കക്കുന്നുണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞത്. ഇന്നലെ ഹൈക്കോടതിയുടെ നിരീക്ഷണം നമ്മുടെ വീണാജോട്ട് ക്ഷമിക്കണം, ശബരിമലയിൽ ടോട്ടം സിസ്റ്റം ഫെയിലിയർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ആ ഉള്ള 2 ഹൈക്കോടതി ജഡ്ജിമാരുടെ പുറത്ത് നമുക്ക് ഒരുപാട് വിശ്വാസം പുലർത്തേണ്ട ഒരു സമയമാണ്. ആ വർഷങ്ങളോളമായിട്ട് അവിടെ ഓഡിറ്റ് നടക്കുന്നില്ല. അപ്പം പാർലമെന്റ് ഇപ്പോൾ നമ്മൾ അസംബ്ലി ഉണ്ട്, ഇതൊക്കെ ചോദിക്കേണ്ട പ്രതിപക്ഷമാണ്. ശബരിമലയെ പറ്റിയിട്ട് ഒന്നും ചോദിക്കത്തില്ല. ദേവസ്വം ഇപ്പോൾ തന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മുടെ പ്രതിപക്ഷ നേതാവ് 5 വർഷമായിരുന്നു, ഭരണപക്ഷത്തിൻ്റെ പല കാര്യങ്ങളും പറയാൻ സമ്മതിക്കുന്നില്ല എന്നാണ്. അത് പറയേണ്ട ഒരുപാട് വേദികളുണ്ട്. ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരട്ടെ, അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് ഇറങ്ങിപ്പോകാനൊന്നും പറ്റത്തില്ലല്ലോ. അവർക്ക് സ്പീക്കർക്ക് റൂളിംഗ് കൊടുത്തിട്ട് നിങ്ങൾ മിണ്ടാതിരിക്കാനും പറയാൻ പറ്റില്ല. അവിശ്വാസ പ്രമേയം പറയുമ്പോഴത്തേക്ക് എല്ലാ കക്ഷികൾക്കും സംസാരിക്കാനുള്ള അവസരം കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു മെത്തേഡിലോട്ട് അവർ വരുന്നില്ല എന്നുള്ളതാണ്. അത് ഗവൺമെൻറ്റിനുമായിട്ട് ഒരു ഓപ്പൺ കൊളിഷന് കോൺഗ്രസ് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഒരു പ്രശ്നം. 2, BJP ഒരു പരിധിവരെ അതായത് ഇത്രയും നാൾ നടന്ന ലീഗൽ ഇഷ്യൂസിലൊക്കെ പങ്കുചേരാമായിരുന്നു. ഇപ്പോൾ ഈ ഒരു ശബരിമല ഇഷ്യൂ തന്നെ വേണമെങ്കിൽ BJPക്കോ അല്ലെങ്കിൽ BJPയുടെ വക്കീലന്മാർക്കോ ഈ കേസിൽ കക്ഷി ചേരാം. ഇതിനകത്ത് പൊതു താല്പര്യങ്ങളുള്ളതാണ്. പക്ഷേ ആരും കക്ഷി ചേരുന്നില്ല. ലീഗൽ പ്രോസസ്സിൽ ഇവരാരും ഉൾപ്പെടുന്നില്ല. ആകെ ഈ 5 വർഷത്തിനിടയ്ക്ക് ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് ഒരു ലീഗൽ പ്രോസസ്സിൽ ഉൾപ്പെട്ടതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത് മാത്യു കുഴൽനാടൻ മാത്രമാണ്. അപ്പോൾ അതിൻ്റെ ആ കേസിൽ നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ പേരും കൂടെ വന്നതോടെ ഏകദേശം ഒരു സോൾവായി. ഇപ്പോൾ ഈ CPMൻ്റെ അല്ലെങ്കിൽ UDF LDFൻ്റെ ഒരു മോഡസ് ഓപ്പറാൻഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒറ്റയ്ക്ക് മോഷ്ടിക്കത്തില്ല. മോഷ്ടിക്കുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ എല്ലാവരുടെയും കൂടെ വായിൽ വെച്ച് കൊടുക്കുമെന്നാണ് പോകുന്നത്. അതാണ് ഇവരെല്ലാം മിണ്ടാതിരിക്കുന്നത്. ഒറ്റയ്ക്ക് എടുത്തിട്ട് പോകത്തില്ല, അത് കുറച്ച് എല്ലാവർക്കും കൂടെ കൊടുക്കും. അപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിനെ പറയുന്നുണ്ടല്ലോ, ഞാൻ മാത്രമല്ല. അതെ, നേരത്തെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സ്കാം നടന്നപ്പോഴത്തേക്ക് 200 സീറ്റിൽ അവർ അപ്പോയിൻമെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 190 സീറ്റ് CPM എടുത്തിട്ട് 5 സീറ്റ് LDFനും 5 സീറ്റ് UDFനും 5 സീറ്റ് BJPക്കാർ കൊടുക്കും. അവർ സൈലൻ്റ് ആവും. അപ്പോൾ നമ്മുടെ LDFനെതിരായിട്ട് ശക്തമായിട്ടുള്ളൊരു സമരമോ അല്ലെങ്കിൽ ശക്തമായിട്ടൊരു ഇഷ്യൂയോ റേസ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഇന്നാണ് CPMന് ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി പങ്കുള്ളതായി വിശ്വസിക്കുന്നുണ്ടോ? നമുക്കറിയാമല്ലോ, CPMൻ്റെ ഒരു കേഡർ പാർട്ടി എന്നുള്ള രീതിയിൽ ഒരു 100 രൂപയുടെ ഒരു ഇടപാട് പോലും പാർട്ടി അറിയാതെ, പാർട്ടി നേതൃത്വം അറിയാതെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സൈന്യത്തെക്കാളും കൂടുതൽ കെട്ടുറപ്പുള്ള ഒരു സിസ്റ്റമാണ് അവർക്കുള്ളത്. ഏത് ഒരു കാര്യത്തിനായാലും ശരി തന്നെ. ഒന്നും വേണ്ട, നമ്മുടെ ഒരു റിസർവേഷൻ, ഒരു റെയിൽവേ റിസർവേഷന് വേണ്ടിയിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ബ്രാഞ്ച് കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി ഇതുവഴിയാണ് പോകുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു വിവാദം ഇവരാരും അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. കാര്യം ആ ഒരു പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് കാര്യം ഏറ്റവും കൂടുതൽ കൈയിട്ട്. കാര്യം ഇപ്പോൾ ഹൈക്കോടതി തന്നെ പറഞ്ഞു, കഴിഞ്ഞ 5 വർഷമായിട്ട് ഓഡിറ്റ് നടന്നിട്ടില്ല, പല അമ്പലങ്ങളിലെയും വരുമാനം നോക്കുന്നില്ല. അപ്പോൾ ഇത് ശ്രീ അച്യുതാനന്ദൻ്റെ കാലം തൊട്ടേ ഇതിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയായിട്ടാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയിൽ തന്നെ ഉണ്ടായിരുന്ന മന്ത്രിമാരാണ് ഈ കാര്യങ്ങൾക്ക് കൂടുതൽ ഉത്തരം പറയേണ്ടത്. സുധാകരനായിരുന്നെങ്കിൽ പോലും അദ്ദേഹം നേരിട്ട് അഴിമതിക്കാരനൊന്നുമല്ല. പക്ഷേ ദേവസ്വം അല്ലെങ്കിൽ ശബരിമല എന്ന് പറയുന്നത് ഒരു ഹോളി കൗവായിട്ട് എടുക്കുകയും ആരും അതിനെ പറ്റിയിട്ട് ഇടപെടാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത്. നമ്മൾ വേറൊരു എപ്പിസോഡ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഈ ശബരിമലയിൽ ഈ ഒരു സർക്കാരിലെയും ദേവസ്വം മന്ത്രിമാർ വാണിച്ചില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം VN വാസവന് അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് വെക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അതാണ്ട VN വാസവനും വന്നു. അപ്പോൾ അതൊരു ഒരു എരണക്കേടാണ്. ഈ ദേവസ്വം മന്ത്രിമാരായിട്ടിരുന്നവർ അവരുടെ പൊളിറ്റിക്കൽ കരിയർ അതോടെ അവസാനിക്കുന്നു എന്നുള്ളത്. അപ്പം ഇത് എൻ്റെ എപ്പിസോഡ് ഇത് വന്നപ്പോഴത്തേക്ക് എന്നെ അറിയാമെന്നുള്ളതാണ്. ഞാൻ നിങ്ങൾ വാസവൻ മന്ത്രി ഇതാണ്ട് ഷിപ്പിംഗ് കൂടെ ഇട്ട് അങ്ങ് പൊങ്ങി വരെയല്ലേ എന്ന് ഞാൻ പറഞ്ഞു. വരട്ടെ, നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞു.
പക്ഷേ വിധി തിരിച്ചായിപ്പോയി. അതുകൊണ്ട് ഇനി ദേവസ്വം ബോർഡ് മന്ത്രിമാരാവാൻ ആരും തയ്യാറാവില്ല. കാര്യം നമ്മൾ അപ്പോൾ ചേട്ടൻ പറയുന്നത് ഇത് ആരോപണം അവസാനം ദേവസ്വം മന്ത്രിയിൽ പോയി നിൽക്കുമെന്നാണ്. അല്ല, ദേവസ്വം മന്ത്രി എടുത്തു കഴിഞ്ഞാൽ കാര്യം ഈ ശ്രീ വാസവൻ തന്നെ കഴിഞ്ഞ ഇലക്ഷനിൽ, അതിന് മുമ്പുള്ള ഇലക്ഷനിൽ PC ജോർജിന് വേണ്ടിയിട്ട് കോട്ടയത്ത് ഏറ്റവും കൂടുതൽ വോട്ട് മറിക്കുകയും ഏറ്റവും കൂടുതൽ പൈസ PC ജോർജിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്തത് വാസവനാണെന്ന് PC ജോർജ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ PC ജോർജിൻ്റെ അടുത്ത് നിന്നപ്പോഴത്തേക്ക് എനിക്ക് അതിൻ്റെ വിവരം എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. ആ സമയത്ത് ശ്രീ പിണറായി വിജയൻ നേരിട്ട് പോയി പൂഞ്ഞാറ് പോയി പാർട്ടി കമ്മിറ്റി വിളിച്ചിട്ടാണ്, കോട്ടയത്ത് പോയി പാർട്ടി കമ്മിറ്റി വിളിച്ചിട്ടാണ് വാസവനെ PC ജോർജിൻ്റെ പിടിയിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് വരുന്നത്. അപ്പം വാസവൻ എന്തുമാത്രം വലിയൊരാളായിരിക്കും, വലിയ മീനാണ് കോട്ടയം. അപ്പോൾ അവിടെ അദ്ദേഹം അറിയാതെ അവിടെ ഒന്നും നടക്കത്തില്ല. മിനിസ്റ്റർ മാത്രമല്ല അറിഞ്ഞത്, മിനിസ്റ്റർ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്ത് സജി ചെറിയാനുണ്ട്. ഇവരെല്ലാവരും അറിയാതെ ഇതൊന്നും നടക്കത്തില്ല, പാർട്ടിക്കകത്ത് അറിയാതെ ഇതൊന്നും നടക്കത്തില്ല. ചെമ്പ് പാളിയായാലും സ്വർണ്ണപ്പാളിയായാലും പോയിട്ടുണ്ടെങ്കിൽ അത് പോയത് തന്നെയാണ്. ഇത് മാത്രമല്ല, അപ്പത്തിൽ അരമണി ഞാൻ പറഞ്ഞ കണക്കേ ഓഡിറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? CPM ഈ അങ്ങനെ ഇത്രയും അഴിമതി കഥകളിൽ പെടാത്തതാണല്ലോ. അഴിമതി ഉണ്ട്, പക്ഷേ ഇത്രയും വലിയ അവര് അഴിമതിയിൽ ചുവന്ന ചായം പൂശും എന്നുള്ളേ ഉള്ളൂ. അഴിമതി എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ചില വ്യക്തിപരമായിട്ടുള്ള ആൾക്കാർ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ പിന്നെ ഗുരുദാസൻ അഴിമതിക്കാരനല്ല. വ്യക്തികളായിട്ട് എടുത്ത് നോക്കുമ്പോൾ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഗുരുദാസൻ അഴിമതിക്കാരനല്ല, സുധാകരൻ അഴിമതിക്കാരനല്ല. അങ്ങനെ ഒന്നോ രണ്ടോ പേര് അവർക്ക് ഒരു എക്സെപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ആ ആളെ ഉയർത്തിക്കാട്ടും. ബാക്കിയുള്ളവരെല്ലാവരും ഇപ്പോൾ നമ്മള് ടീച്ചറമ്മയെന്നും പറഞ്ഞ് വളരെ പൊഴുത്തിക്കൊണ്ട് നടന്ന ആളാണ് ശൈലജ ടീച്ചർ. ശൈലജ ടീച്ചർ മോഷ്ടിച്ച് എത്രമാത്രം എന്നറിയാമല്ലോ. ലോകത്തെ ഏറ്റവും വലിയ കള്ളി എന്ന് നമ്മൾ പറയേണ്ടി വരും. കാര്യം 100 രൂപയുടെ സാധനം 730 രൂപയ്ക്കാണ് അവർ വാങ്ങിച്ചത്, ഒരു PPE കിറ്റ്. പറയാം അത് മുഖ്യമന്ത്രിയാണ് ചെയ്തത് എന്ന് പറയുമ്പോഴത്തേക്ക് നോക്കിക്കൊണ്ടിരുന്ന ആള് ഞാനൊന്നും അറിഞ്ഞില്ല എന്നാണോ? അല്ല, അത് തന്നെയാണ് ഇപ്പം പറയുന്നത്. ഇതിൽ പറയുന്നതിൽ ഏറ്റവും വലിയ തമാശ ഇപ്പോഴുള്ള മന്ത്രിയല്ല, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ല, 2019 ഇത് സെപ്റ്റംബർ 7-ാം തീയതിയാണ് ഈ വിവരം ജില്ലാ ജഡ്ജി ഹൈക്കോടതി അറിയിക്കുന്നത്. സെപ്റ്റംബർ 7. അതിലൊരു FIR ഇടാൻ 1 മാസം 10 ദിവസം എടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ ഇത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇതിനെന്തുമാത്രം ഒത്താശ ചെയ്തിട്ടുണ്ടാവും. ഒരു FIR ഇടാൻ ഇത്രയും മാസം എടുത്തു, എന്നിട്ടും ഇത്രയും ദിവസമായിട്ടും ഒരാളെ പേരിനെ അറസ്റ്റ് ചെയ്തു. ഈ കുറ്റപത്രത്തിൽ പേര് പറഞ്ഞിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ എനിക്ക് തോന്നുന്ന ഒരു എഞ്ചിനീയർ എന്തോ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി ആരും സസ്പെൻഡ് പോലും ചെയ്തിട്ടില്ല. അവരെല്ലാം ഇപ്പോഴും അവിടെ നിന്ന് അവർ ബാക്കി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റാരോപണം വന്നതിന് ശേഷം ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് നടപടിയൊന്നും നടത്തില്ല. ഇന്നലെ തന്നെ അവിടെ പുതുതായിട്ട് വെച്ച ഒരു ദ്വാരപാലക ശില്പവും മറ്റു കാര്യങ്ങളുമുണ്ട്. അതൊക്കെ എങ്ങനെയാണെന്നോ എന്തിനാണെന്നോ എപ്പോഴാണെന്നോ ഇതിനകത്തൊന്നും ഒരു കണക്കുമില്ല. ആരും ഇതിനെപ്പറ്റി ചോദിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ നാമജപ ഘോഷയാത്ര നടത്തിയ ആൾക്കാരൊക്കെ ഇപ്പം മിണ്ടാതിരിക്കുകയാണ്. കാറിൽ കൂടെ ഇറങ്ങിയവരും മിണ്ടാതിരിക്കുകയാണ്. അവരൊന്നും ഇപ്പോഴും ഈ ശബരിമലയിൽ ഇത്രയും കൊള്ള നടന്നു. ഇത് 1-2 കിലോ സ്വർണ്ണമൊന്നുമല്ല, കോടിക്കണക്കിന് രൂപയാണ് ശബരിമലയിൽ നിന്നും ഭരിക്കുന്നവർ ആരായാലും കടത്തിക്കൊണ്ടു പോകുന്നത്. പലർക്കും ഇതിനു മുമ്പ് ഭരിച്ചിരുന്നവർക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ മിണ്ടാതിരിക്കുന്നത്. അപ്പോൾ എത്ര കോടിയായിരിക്കും? അയ്യപ്പൻ്റെ പൈസയ്ക്ക് ഒരു കണക്കുമില്ല. ഇത് ദേവസ്വം ബോർഡ് ഒരു കവനന്റ് പ്രകാരം ദേവസ്വം ബോർഡ് കേന്ദ്രത്തിനാണ്. ഇപ്പോൾ പറയുന്ന അനുസരിച്ച് 2 കോടിയുടെ കണക്ക് വരുന്നുണ്ടല്ലോ, അല്ല ചെറിയ കണക്കാണ്. 2 കിലോ സ്വർണ്ണമൊന്നുമല്ല. ഞാൻ പറഞ്ഞത് ദേവസ്വം ബോർഡിൻ്റെ കാലങ്ങളായിട്ടുള്ള അക്കൗണ്ട്, കഴിഞ്ഞ 5 വർഷത്തെ അക്കൗണ്ട് എന്തുകൊണ്ട് ആഡിറ്റ് ചെയ്യുന്നില്ല? കാര്യം ഇത്രയും അമ്പലങ്ങൾക്ക് ശമ്പളം കൊടുക്കുന്നത് ശബരിമല എന്നുള്ള വരുമാനത്തിൽ നിന്നാണ്. ആ ശബരിമലയിലുള്ള വരുമാനം ആരാ ഓഡിറ്റ് ചെയ്യുന്നത്? അത് ഓഡിറ്റ് ഉദ്യോഗസ്ഥന്മാരെല്ലാം ഓഡിറ്റേഴ്സിനെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓഡിറ്ററെ ഹൈക്കോടതി വിളിച്ചു വരുത്തിയിട്ടുണ്ട്. എന്തായാലും അയ്യപ്പന് രക്ഷ ഹൈക്കോടതി മാത്രമാണെന്നാണ് നമ്മളെല്ലാവരും സ്വാമി ശരണം പറയുമ്പോഴത്തേക്ക് അയ്യപ്പന് പറയാനുള്ളത് ഹൈക്കോടതി ശരണം എന്നാണ്. അല്ല, എന്തുകൊണ്ടായിരിക്കും സർക്കാർ മൗനത്തിലാണല്ലോ? സർക്കാർ മൗനത്തിലാണ്. കാര്യം പ്രതിപക്ഷമൊന്നും മിണ്ടുന്നില്ല. എന്തുകൊണ്ട് പ്രതിപക്ഷം മൗനത്തിലായിരിക്കും? ഇപ്പോൾ ഇന്നലെയാണ് സതീശൻ പറഞ്ഞത് നാമജപ, ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ നാമജപ കേസ് എടുത്തവർക്ക് എല്ലാവരെയും ഞങ്ങൾ വെറുതെ വിടുന്നു. അത് ചിന്തിക്കാനും പറയാനും ഈ സതീശൻ സാറിന് 5 വർഷം എടുക്കേണ്ടി വന്നു. അപ്പം ശ്രദ്ധ തിരിച്ചു വിടുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. നമ്മൾ ഇത് പറയുമ്പോഴത്തേക്കും നാമജപം കേസ് ആ ഒരു കാര്യത്തിലോട്ടാണ് പോകുന്നത്. എന്നാൽ ഇതിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യാൻ പറയുന്നില്ല, അവർ അറസ്റ്റ് ചെയ്യാൻ പറയുന്നില്ല. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല ഇന്നലെ പറയുന്നത് 2016 മുതൽ ഉള്ള കേസ് അന്വേഷിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അല്ലേ, ഞാൻ പറഞ്ഞത് ശബരിമലയിലെ നടക്കുന്ന കാര്യങ്ങളിൽ ഹൈക്കോടതി ഇതിൽ അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ്. അതിന് മുൻപുള്ള സർക്കാർ അതറിയാലോ. അതിന് മുമ്പുണ്ടാകുന്ന 2 പേരുടെ പേരിൽ ഇപ്പോഴും വിജിലൻസ് കേസ് നടക്കുന്നുണ്ട്. VS ശിവകുമാറിനെതിരെയും കേസ് നടക്കുന്നുണ്ട്.
നമ്മുടെ കരമനയുള്ള ഒരു തട്ടുകടയുടെ പേരിലാണ് ഏകദേശം 16 കോടി രൂപയുടെ ബില്ല് മാറിയത്, പാത്രങ്ങൾ വാങ്ങിച്ചതിൻ്റെ ഒരു തട്ടുകടയുടെ പേരിൽ. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ചെയ്ത്. അതിനെ പറ്റിയിട്ട് എന്താ ശ്രീ രമേശ് ചെന്നിത്തല എന്താ പറയാത്തത്? അപ്പോൾ ഇത് ഭഗവാന്റെ മുതൽ ആര് മോഷ്ടിച്ചാലും വിശ്വാസികൾ അത് ഒരുമിച്ച് നിൽക്കണം, എതിർക്കണം, അതിലൊരു നിയന്ത്രണം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സംവിധാനത്തിലേക്ക് വരണം. ഈ ശബരിമലയിൽ ഇപ്പോൾ നാമജപ ഘോഷയാത്ര നടത്തിയവർക്കെതിരെ കേസെടുത്തതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. അതിനേക്കാളും എത്രയോ വയലൻ്റ് ആയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ സെക്രട്ടറിയേറ്റിന് മുമ്പ് നടന്നിട്ടുണ്ട്. പോലീസിനെ എന്തുമാത്രം ഉപദ്രവിച്ചിട്ടുണ്ട്, അന്നൊന്നും ചെയ്തിട്ടില്ല. ഇത് വളരെ സമാധാനപരമായിട്ടുള്ള ഒരു നാമജപ ഘോഷയാത്രയെ പോലും ശക്തമായിട്ട് എതിർക്കുകയും, ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ തന്നെ NSS അന്ന് നാമജപ ഘോഷയാത്രയ്ക്ക് നടത്തിയവരാരും നമുക്ക് ഈ നാമജപ ഘോഷയാത്രയ്ക്കെതിരെയുള്ള കേസുകൾ വിടണം. NSSമായി ഇപ്പോൾ ബാബുവിന്റെ പേര് വരുന്നുണ്ടല്ലോ, മുരാരി ബാബു. അതെ, മുരാരിയെ മിക്കവാറും ഇന്ന് ചിലപ്പോൾ നമ്മൾ ഇത് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്തിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം NSS കൈവിട്ടു. NSS പറഞ്ഞ് ഞങ്ങൾ ഈ കളങ്കത്തിൽ ഞങ്ങളില്ല, നിങ്ങൾക്ക് നിയമപരമായിട്ട് നടപടി. അദ്ദേഹം NSS ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവാൻ വേണ്ടിയിട്ട് കുപ്പായൊക്കെ തച്ചു വെച്ച് റിട്ടയർ ചെയ്താൽ ഉടനെ NSSന്റെ ചിലവിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവാൻ വേണ്ടിയിട്ടിരുന്ന ആളാണ്. നേരത്തെ ദേവസ്വം കമ്മീഷണറായിട്ടിരുന്ന ആൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴത്തേക്കാണ് ഇത് ഇത്രയും നടന്നത്. അപ്പോൾ അവരുടെ ഒരു ഉപജാപക സംഘമാണ്. അവരെല്ലാം കൂടെ ചേർന്ന് നടത്തുന്ന ഒരു തീവട്ടിക്കൊള്ളയാണ് നടത്തുന്നത്. ദേവസ്വം ബോർഡിലും ഏറ്റവും വലിയ തൊഴിലാളി സംഘടന എന്ന് പറഞ്ഞാൽ CITUവിൻ്റെ സംഘടന. അവരാരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും ഘോരഘോരം പ്രസംഗിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്നവരൊന്നും തൊഴിലാളികൾ മോഷ്ടിച്ചപ്പോഴത്തേക്ക് ഒന്നും മിണ്ടുന്നില്ലല്ലോ. അപ്പോൾ ഭഗവാന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ ഇപ്പോൾ ഹൈക്കോടതിയാണ് ശരണം. ഹൈക്കോടതി വേണ്ട നടപടികൾ എടുക്കുമെന്നും ഉചിതമായ തീരുമാനങ്ങൾ ഹൈക്കോടതിയിൽ നിന്നുണ്ടാവുമെന്നും. പക്ഷേ ഈ സർക്കാരിനെ പറ്റി നമുക്കൊന്നും പറയാൻ പറ്റില്ല. ജുഡീഷ്യറിയെ പോലും അസാധാരണമായ വിധം സ്വാധീനിക്കാൻ ശക്തിയുള്ള ഒരു സർക്കാരാണ് ഈ സർക്കാർ. അതുകൊണ്ട് അവരെന്ത് ചെയ്യും എന്ന് പറയാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നത് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന പോറ്റിയുടെ കാര്യം വളരെ അസ്വാഭാവികമായിരുന്നു. സാധാരണഗതിയിൽ നമ്മളൊരു കേസിൽ 14 ദിവസം റിമാൻഡ് ചെയ്ത് കഴിഞ്ഞാലും പോലീസ് കസ്റ്റഡി 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം കസ്റ്റഡി കൊടുത്തിട്ട് വീണ്ടും ഹാജരാക്കിയിട്ട് വീണ്ടും കസ്റ്റഡി ചോദിക്കുകയുള്ളൂ. പക്ഷേ ഈ 13 ദിവസം ഒരുമിച്ച് കസ്റ്റഡി കൊടുത്തത് തന്നെ വളരെ അപൂർവമായ ഒരു നടപടിയാണ്. മാത്രമല്ല ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആളുടെ ജീവനിൽ എനിക്ക് ഭയമുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ ചിലപ്പോൾ കസ്റ്റഡിയിൽ ഇദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്നൊരു പേടിയും കൂടെ ഉണ്ട്. കാര്യം ഇതിൻ്റെ ഒരു കിങ് പിൻ എന്ന് പറയുന്ന അദ്ദേഹമാണ്. ഇദ്ദേഹത്തെ ഒതുക്കി കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് രക്ഷപ്പെടാൻ പറ്റും. അതാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ മാത്രമല്ല, ഞാൻ എല്ലാ പേർക്കും വീതം കൊടുത്തിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും മറ്റുള്ളവരാരും രക്ഷപ്പെടാതിരിക്കാനാണ് അദ്ദേഹം അങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത്. അപ്പം ഇദ്ദേഹം മാത്രം വിചാരിച്ച് അവിടെ ഒരു പോറ്റി മാത്രം വിചാരിച്ച് അവിടെ ഒന്നും നടക്കത്തില്ല, ഒരു ഇല പോലും അനങ്ങത്തില്ല. പക്ഷേ ഇതിൻ്റെ പുറകിലുള്ള ഗൂഢാലോചന ഇതിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ചാർജ് ഷീറ്റ് 2 FIR ഇട്ടിട്ടുണ്ട്. ഈ FIR ഇട്ടതിൽ ഒന്നും ഗുരുതരമായിട്ടുള്ള ഒരു വകുപ്പും ചേർത്തിട്ടില്ല. 120B ചേർത്തിട്ടില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് ഇത്. ഇവരെല്ലാം കൂടെ ഗൂഢാലോചന നടത്തിയെന്നുള്ളത്. അതിന് പകരം പോലീസ് 34 ആണ് ഇട്ടേക്കുന്നത്. 34 ഇടുന്നത് സംഘം ചേരൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു കുറ്റകരമായ ഗൂഢാലോചനയിലോട്ട് അത് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ പ്രധാനപ്പെട്ട വകുപ്പുകൾ പോലും ഇതിനകത്ത് ചേർത്തിട്ടില്ല. വളരെ നിസ്സാരമായിട്ടുള്ള വകുപ്പുകൾ ചേർത്തിട്ടാണ് FIR ഇട്ടേക്കുന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാവും ഗവൺമെൻറ്റിന് കൃത്യമായ താല്പര്യം ഈ കേസിലുണ്ട്. അതുകൊണ്ട് പോലീസ് തലത്തിലുള്ള ഒരു അന്വേഷണം ഒരിക്കലും മുന്നോട്ട് പോകത്തില്ല. ഇപ്പോൾ തന്നെ ADGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് അന്വേഷിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു വലിപ്പം കാണുമ്പോഴത്തേക്ക് കേരളത്തിന് പുറത്തുള്ള ഉദ്യോഗസ്ഥന്മാരെ ചേർത്തിട്ട് ഒരു പുതിയ SIT രൂപീകരിക്കാനാണ് സാധ്യത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.